ഫാബ്രിക് പറയുകയാണെങ്കിൽ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. അതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സാരിയാണ്. കളർ പാലറ്റ് പേൾ ക്രീം ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ മൾട്ടി കളറിൽ നല്ല പാറ്റേണിലാണ്. ലോവർ ഏരിയയിൽ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വരുന്നുണ്ട്. അപ്പോൾ ഒരു ലോവറും അതേ ടോണിൽ തന്നെയാണ്. പേൾ ക്രീമിൽ തന്നെയുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. അത് കൂടാതെ ബോഡിയിൽ ഫുൾ നല്ലൊരു ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും. ബോഡി കംപ്ലീറ്റ് വരുന്ന ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. ഒരു മൾട്ടി കളറിൽ നല്ലൊരു ഗോബി ഡിസൈനിൽ ഫ്ലോറൽ ഡിസൈൻസിലുള്ള മോട്ടീവ്സ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ഒരു ലോവർ ബോർഡർ വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ലിനൻ ഫാബ്രിക്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലാണ്. ലോവർ ബോർഡറിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും സാരിയുടെ ബോഡിയിൽ വരിക. പേൾ ക്രീം കളക്ഷൻ തന്നെയാണ് അടുത്ത സാരിയും വരുന്നത്. ഫാബ്രിക് മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി ടെസ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ഒരു മൾട്ടി കളറിൽ ത്രെഡ് വുവൻ സ്റ്റൈലിൽ സാരിയുടെ ബോഡിയിൽ ലീഫ് ഡിസൈൻസിലാണ് വരുന്നിരിക്കുന്ന സാരി. അതുകൂടാതെ ഒരു ത്രെഡ് വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. ഫുൾ ബോഡിയിലും ആ ഒരു നല്ല പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ പാറ്റേൺ എന്ന് പറയാൻ പറ്റത്തില്ല, ലീഫ് ഡിസൈൻസ് ആണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ വരുന്നത്. പേൾ ക്രീമിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്ന. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലും ആയിരുന്നു സാരീസ് വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും പേൾ ക്രീമിൽ അതേ മൾട്ടി കളറിൽ തന്നെയായിരിക്കും. സാരിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലാണ് സാരി വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. എല്ലാത്തിനും അതേ ആ ഒരു കോമ്പിനേഷൻ തന്നെ വരുന്നത്. പീച്ച്, ടീൽ ഗ്രീൻ, ഒരു ലാവൻഡർ, പേസ്റ്റൽ പീച്ച്, ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ തന്നെ വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. സോഫ്റ്റ് സെമി ടെസ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിമ്പിൾ പല്ലു ആൻഡ് ബ്ലൗസ്.